അപ്പൊ അവള് എന്തോ പറഞ്ഞുകൊണ്ട് അവള് ദേഷ്യപ്പെട്ട് അവിടെ പോയിരുന്നു. അതിന് അവിടെ ഒരു സംസാര കാര്യങ്ങളായി. അതിനെക്കുറിച്ച് അവര് കോൺവെർസേഷൻ നടത്തുവാണ്, ഇപ്പുറത്ത് മാറിയിരുന്നത്. അപ്പൊ അവിടെ ജിഷിൻ വന്ന സമയത്ത് ജിഷിനോട് പറയുകയാണ് പല പ്രാവശ്യം ആര്യൻ പറയണം. അപ്പൊ അവിടെ അക്ബർ ഉണ്ട്, ആര്യനുണ്ട്, റെന ഫത്തിമയുണ്ട്, ബിന്നിയുണ്ട്. അപ്പൊ അവര് പറയുകയാണ് പല തവണയും എന്താ പറഞ്ഞ ജിഷിനോട് പറയുവാണ് പല തവണയും നമ്മുടെ അനുമോള് ആര്യനെ എന്നെ വളയ്ക്കാൻ അവനെ ശ്രമിച്ചിട്ടുണ്ട്, അവളെന്നെ ഫ്ലേർട്ടിങ്ങിന് വന്നിട്ടുണ്ട്, അവളെന്നെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ജിഷിൻ എന്ന് ചോദിച്ചു. അപ്പം അനുമോളോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറയുവാണ് അല്ലേ ബിന്നി എന്ന് ബിന്നിയോട് ചോദിക്കുന്നു. അപ്പൊ ബിന്നി പറഞ്ഞു ഞാൻ പല തവണയും കണ്ടിട്ടുണ്ടെന്ന്. എന്ത് വൃത്തികേടാണ്. അപ്പൊ ജിഷിൻ പറഞ്ഞു അവളെ എനിക്ക് കുറെ കാലം കൊണ്ട് അറിയാവുന്നല്ലോ, പുറത്തവള് അങ്ങനെയുള്ള സ്വഭാവമുള്ളൊരു കുട്ടിയല്ല, അവളൊരു അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു പെണ്ണല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പക്ഷെ പുറത്തവള. അപ്പൊ അക്ബർ അടുത്ത വായിക്ക് പറയുന്ന ഡയലോഗാണ് അവള് പുറത്ത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും, പക്ഷെ അവൾ അകത്ത് ഇങ്ങനെയാണ്. ഇവന്റെയൊക്കെ കൂടെ കിടക്കാനായിട്ട് നിന്നു കൊടുത്തില്ല, അതാണ് അവിടെ ചെയ്ത് തെറ്റ്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവളുമാരെ കൂടെ ഇവൻ ഈ ആരിന്റെ കൂടെ ഈ ജിസയിലും ഈ അക്ബറിന്റെ ഒക്കെ കൂടെ കിടക്കുന്നത് സീൻ ഞാൻ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കിടക്കാൻ അനുമോളെ കിട്ടാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരും പറഞ്ഞു അവളെന്നെ വളയ്ക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, ഞാൻ അതിന് നിന്നു കൊടുക്കാത്തതുകൊണ്ട് അവന് വലിയ സംഭവം. ഓനങ്ങ് ഭയങ്കര രൺവീർ സിംഗ് അവനെ അടിച്ചുപ്പ എന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയെങ്കിൽ അവനെ അടിച്ചുപ്പന്റെ പല്ലിയാൻ കളഞ്ഞേനെ. അപ്പൊ അവൻ അങ്ങനെ അങ്ങ് പറയുവാണ്. അപ്പൊ ജിഷിൻ പറഞ്ഞു അത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ പറയരുത്, ഒരു മാനിപ്പുലേഷൻ അങ്ങനെ നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഉടനെ ബിന്നി വീണ്ടും പറയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അവൾ അങ്ങനെ ശ്രമിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് അനുമോളുടെ ചെവിയിലെത്തി. അനുമോൾ ഇത് വന്ന് നിന്ന് കേൾക്കുവാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, മനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺപിള്ളേരെ ഇങ്ങനെ അവള് വളയ്ക്കാൻ, അതും 17 വയസ്സിന് ഇളയ ഒരു ചെറുക്കനെ വളയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം തിന്നണോ വിഴുങ്ങണോ? അല്ല ഞാൻ ചോദിക്കുക, നിങ്ങളോട് ഞാൻ മാന്യമായിട്ട് ചോദിക്കുക, അല്ലാണ്ട് വെറുതെ അവിടെ ഒരു സുപ്രഭാതത്തിൽ കണ്ട കാര്യം അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അവളെ ബോധപൂർവം അവിടെ മോശക്കാരിയാക്കാനായിട്ട് ശ്രമിച്ച് അവളെ പുറത്തവളെ വളരെ മോശമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അവൾ ഉള്ള കാര്യം, അവൾ കണ്ട കാര്യം അവള് വിളിച്ചു പറഞ്ഞത്. കണ്ടോ കണ്ടില്ലോ ഇനി ബിഗ് ബോസ് തീരുമാനിക്കട്ടെ, ബിഗ് ബോസ് കാണിക്കണം അല്ലെ വിഷ്വൽസ്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവൾ അത് വിളിച്ചു പറഞ്ഞത്, നിങ്ങളാണ് പുതപ്പിനടിയിൽ ഇങ്ങനെ കാണിച്ചത്. അപ്പം എന്നിട്ട് ജിസേലും ഉണ്ട്. അപ്പൊ ഉടനെ പറയുകയാണ് ജിസേലിനോട് ഞാൻ മിണ്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത്, ഞാൻ ജിസേലിനോട് ചോദിക്കാം, അവളോട് പോയി മിണ്ടട്ടെ എന്ന്. അപ്പം ജിസേൽ പറയും ഓക്കെ, പക്ഷെ അവള് പറയും ജിസേലിനോട് മിണ്ടരുന്ന്. അങ്ങനെ ഒരിക്കലും പറയുന്ന ഈ പ്രേക്ഷകരാരും കേട്ടിട്ടില്ല. കേട്ടവർ എനിക്ക് ആ ക്ലിപ്പിംഗ് അയച്ചാൽ ഞാനപ്പോൾ അതിനെ വെച്ചിട്ട് അനുമോളെ ഞാൻ വലിച്ചു കയറിക്കോളാം. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് ഇട്ടാൽ മതി.